എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ വ്യൂ, അതായത് ഇന്നലത്തെ ലൈവ് വ്യൂവിൽ റെക്ടാങ്കിൾ ബോക്സ് വരച്ചു. റെഡിന് പൊക്കത്തേക്ക് പോയാൽ അപ്സൈഡ് ഉള്ളൂ. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഈ ഒരു 24,861 വരെ വരുമെന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. കറക്റ്റ് 24,860 വന്നിട്ടാണ് ഫ്യൂച്ചർ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ആ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വ്യൂ പക്കാ വ്യൂ ആയിരുന്നു, അതേപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 49 പോയിന്റ് മൈനസ് ആയിട്ടാണ്, 64 പോയിന്റ് മൈനസ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 64 എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ അത് എവിടെ വരണം ശരിക്കും? എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 24,800 എന്നുള്ള ലെവല് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ്. മാർക്കറ്റ് വരുന്നതേ ആ ഭാഗത്തേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 68 പോയിന്റ് എന്ന് പറയുമ്പോൾ 24,859 മൈനസ് 64 എന്ന് പറയുമ്പോൾ 24,795 പറഞ്ഞ കറക്റ്റ് സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് കണക്ക് കൂട്ടിയത്. കറക്റ്റ് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് അത് ഡൗണിലേക്ക് പോകേണ്ടതെന്ന് നോക്കുമ്പോൾ, അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വിക്ക്, അല്ലെങ്കിൽ അതും വേണ്ട, ഈ ഒരു ക്യാൻഡലിൻ്റെ ബോഡി ലെവല്, ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക്, അത് വെച്ചിട്ട് ഒരു റെക്ടാങ്കിൾ ബോക്സ് വരച്ച് വെക്കാം. ആ റെക്ടാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് 24,830 ലോവർ ലെവൽ എന്ന് പറയുന്നത് 24,790 അപ്പോൾ അതിന് താഴത്തോട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് വരുവാണെങ്കിൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 24,760, രണ്ടാമത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 24,726. ഇതാണ് ഡൗൺ സൈഡിലേക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ റെക്ടാങ്കിൾ ബോക്സിൻ്റെ അകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ 24, അതായത് 24,810, അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള സ്പേസ് താഴത്തെ പോലെ തന്നെ മേളിലും രണ്ടെണ്ണം മാർക്ക് ചെയ്ത് വെക്കാം. 24,864 24,897. മാർക്കറ്റ് ഈ ബോക്സിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മെജോറിറ്റി ഇന്ന് കൺസോൾട്ടേഷൻ ആവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറിലാണ് നിൽക്കണേ. ക്രോസ് ഓവർ കംപ്ലീറ്റ് ചെയ്ത് താഴത്തോട്ടാണോ അതോ റീക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. 30 മിനിറ്റിൻ്റെ RSI ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 1 അവറിലും ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 2 അവറിൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും 1 അവർ 30 മിനിറ്റ് ആണ് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റിൽ 2 RSI താഴത്തോട്ടും 15 മിനിറ്റ്സ് മാത്രം ഒരു ക്രോസ് ഓവർ ലെവലിൽ നിൽക്കുന്ന കാരണം കൺസോൾട്ടേഷൻ ശേഷം ഒരു ട്രാപ്പിംഗ് നടന്നതിന് ശേഷം ഒരു മൂവ്മെൻറ്റ്, ചിലപ്പോൾ സിയിലും നല്ല മൂവ്മെൻറ്റ് കിട്ടാം, അതേപോലെ തന്നെ പിയിലും നല്ല മൂവ്മെൻറ്റ് കിട്ടാം. രണ്ട് സൈഡിലും മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണെന്നാണ് പ്ലാൻ എ. അത് പ്ലാൻ എ ആണ് കേട്ടോ. നമ്മളൊരു തീരുമാനം
ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി വെക്കും. ബാക്കി അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യാം. നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. ഓക്കെ, സ്ട്രൈക്കിൽ ഞാനിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. അടുത്ത വ്യാഴാഴ്ചത്തേക്കുള്ള എക്സ്പയറി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 24,800 സിയും 24,900 പി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി മൈനസ് ട്രെൻഡിലാണ് RSI നിൽക്കുന്നത്. ഈ RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. നിലവിൽ ഈ ലെവൽ വെച്ചിട്ടാണ് എൻ്റെ വ്യൂ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് എൻ്റെ പ്ലാനിങ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ 235 നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 250 റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ആദ്യമേ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 235 ഒരു 30 പോയിന്റ്, അപ്പോൾ 264. അപ്പോൾ ഇതിൻ്റെ ഏത് ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കും. ഈ 64 പോയിന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത്രയും വരണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ 250ൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് 258 ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് നോക്കും. അത് സസ്റ്റെയിൻ ചെയ്താൽ 264 അല്ലെങ്കിൽ 263.5 ആ ഒരു ലെവലിലേക്കായിരിക്കും ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ 320 വരെ സ്പേസ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ റെസിസ്റ്റൻ്റ് ആവും എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ RSIയുടെ ആ ലെവൽ നോക്കിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. അതിൽ ഒരു 283 എന്നുള്ളൊരു ലെവല്, ഒരു അപ്രോക്സിമേറ്റ് കൺസോൾട്ടേഷൻ ലെവല് 278 ആണ്. ആ ലെവൽ അവിടെ കിടക്കട്ടെ. പിന്നെ ഉള്ളത് 320, 340. അപ്പോൾ ഇനി സിയിലാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യണമെന്നുള്ളതാണ് സെക്കൻഡ് തീരുമാനം. അതായത് മാർക്കറ്റ് ഡബിൾ ബോട്ടം, അതായത് 253 നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് എന്തായാലും പോയിട്ട് RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ, അതായത് സിയിൽ RSI എവിടെ ക്രോസ് ഓവർ ആയി വരുന്നോ ആ സമയത്ത് എവിടെന്നെങ്കിലുമൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആയാൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 243, രണ്ടാമത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 249 ഗ്യാപ്പ് ഫില്ലിങ്. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ 268, 273. ഇതായിരിക്കും ഇന്നത്തെ മെയിൻ കോൺസെൻട്രേഷൻ. അപ്പോൾ സി എവിടെന്നെങ്കിലും ഡൈവർജൻസ് ആയ ഫസ്റ്റ് പ്രയോറിറ്റി 243. അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് ക്വിക്കായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. 243 ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് മേളിലോട്ട് വന്നാൽ 249 ഗ്യാപ്പ് ഫില്ലിങ്. രാവിലത്തെ മാർക്കറ്റ് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റാണ്. എന്തായാലും 5 സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ്. അപ്പോൾ RSI സ്റ്റിൽ പിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ക്രോസ് ഓവർ ആവുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പിയിലേക്കാണ് ഈ ഒരു 250 ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. അല്ലെങ്കിൽ 238 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. 238 ബ്രേക്ക് ചെയ്താൽ സിയിലേക്കും 250 ബ്രേക്ക് ചെയ്താൽ 260 പിയുടെ മൂവ്മെൻ്റ് ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വോൾട്ടാലിറ്റി ഉണ്ടാവും, അക്കാര്യത്തിലൊരു സംശയമില്ല. 238 ബ്രേക്ക് ചെയ്താൽ 43 കുറച്ച് പോയിന്റ് കിട്ടണമെങ്കിൽ അത് കിട്ടട്ടെ. 250 മുകളിലോട്ട് പോയാൽ പിയിൽ കിട്ടണമെങ്കിൽ അത് കിട്ടട്ടെ. അതാണ് രാവിലെ ഇത്തിരി കൺഫ്യൂഷൻ മാർക്കറ്റാണ്, ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. മെജോറിറ്റി സിയിലേക്കുള്ള മൂവിനാണ്. ഇൻഡെക്സ് ഫ്യൂച്ചർ ബേസ് നോക്കുമ്പോൾ സിയിലേക്കുള്ളൊരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. സിയിൽ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് ഡോജിയാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഒന്ന് ബ്രേക്ക് എടുക്കുക. ഇന്നലെ ഈ സമയത്ത് 10-25 പോയിന്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് പറ്റില്ല. 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡ് നിൽക്കുന്ന കാരണമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്. അപ്പോൾ സിയിൽ 238 മുകളിലോട്ട് പോകുന്നു. 241, 243 ആദ്യത്തെ റിജക്ഷൻ, അത് കവറപ്പ് ചെയ്താൽ 252. 240 എഗെയിൻ വന്നിട്ടുണ്ട്. പിയിൽ 222 പി ഡൗൺ ആവണം. 235 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് പിനെ സംബന്ധിച്ച്. അത് താഴത്തോട്ട് ഡൗൺ ആയാൽ 222 SMA ഉണ്ട്, ബ്ലൂ ലൈൻ്റെ ടോപ്പ് ഉണ്ട്, കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്.
235 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് 243 ബ്രേക്ക് ചെയ്ത് സിക്ക് മേളിലോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ റീസൺ. അപ്പോൾ അത് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് വന്നോളും. 222ലേക്ക് വരികയാണെങ്കിൽ സി അടുത്ത മൂവ്മെൻറ്റ് എഗെയിൻ 240 ബ്രേക്ക് ചെയ്താൽ 243 അതിന് മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് നോക്കാം. 247 മുകളിലോട്ട് വരാതെ ഒരു കാരണവശാലും പിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. രാവിലെ സിയിലും പിയിലും എന്തായാലും മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു പിയുടെ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ്. അതും എൻ്റെ മനസ്സിലുണ്ട്. ഒരു റിവേഴ്സലും എൻ്റെ മനസ്സിലുണ്ട്. അത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. നേരെ വന്ന് SMA-ലോ 222-ലോ ടച്ച് ചെയ്യുമ്പോൾ സി എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം. അതനുസരിച്ചിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതാണ് ഇന്ന് രാവിലെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ നോക്കുന്നുള്ളൂ. ധൃതി പിടിച്ചിട്ട് ട്രേഡൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിച്ചതിൻ്റെ കാര്യം. 242, 44, 46 വരെ ആയിട്ടുണ്ട്. അപ്പോൾ 222ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട് പി. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ സി അക്യുറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക്. ഇനിയുള്ളത് ഗ്യാപ്പ് ഫില്ലിങ് SMA മേളിലാണ്. 252 എന്നുള്ള ലെവലാണ് അടുത്തത് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അതാണ് സിയിൽ 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് 24,870 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. 24,892 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ. അതാണ് സിയിലേക്ക് മെജോറിറ്റി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം. 24,892 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അങ്ങോട്ട് എത്തിയിട്ടില്ല ഫ്യൂച്ചർ. അങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ SMA-ൽ സി മുട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അത് ഫ്യൂച്ചറിൽ ഒന്നും കൂടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഫ്യൂച്ചറിൽ റെക്ടാങ്കിൾ ബോക്സ് ബ്ലൂ ലൈൻ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മുകളിലോട്ട് വരും. റെക്ടാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് നേരെ മേളിലോട്ട് വരുന്നു. 24,897 24,897 മുട്ടുമ്പോൾ സി എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം. 24,897. ഓക്കെ, ഫ്യൂച്ചർ ഓൾമോസ്റ്റ് ഇതേ മുട്ടിയിട്ടുണ്ട്. 24,897 ഫ്യൂച്ചർ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ 24,897 ഫ്യൂച്ചർ മുട്ടിയപ്പോൾ എവിടെയാണ് 267 എന്നുള്ള ലെവല് മാർക്കറ്റ് ഫില്ല് ചെയ്തു. ഇനിയുള്ളത് 273 ഇതൊക്കെ പരസ്പരം ടാലിയാണ്. അപ്പോൾ ഫ്യൂച്ചർ 273 കൺസോൾട്ടേഷൻ സോൺ. ഈ ഒരു 267 എന്നുള്ളത് ഒരു പക്ക ലെവലായിരുന്നു. 267 ഇന്നലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവലാണ്. 267 അടുത്തത് 273 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മെജോറിറ്റി എന്ത് ചെയ്യാം? മെജോറിറ്റി പോർഷൻ കൊടുക്കാം. ബാക്കിയുള്ളത് ഒരു 250 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും ഒരു ലെവലുണ്ടോ? 281 കൂടെ ടച്ച് ചെയ്യാനുണ്ടല്ലോ. മാർക്കറ്റ് 272 കൺസോൾട്ടേഷൻ ചെയ്തിട്ട് 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം അവിടെ കൊടുത്തിട്ട് ഒരെണ്ണം ഒരു 250 5 പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. കാരണം മാർക്കറ്റ് 281 എന്നുള്ളൊരു ലെവലും കൂടെ ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ RSI ഓൾറെഡി സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അത് താഴത്തോട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് പോകും കേട്ടോ. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ സിയിലും പിയിലും നല്ല മൂവ്മെൻറ്റ് കിട്ടുമെന്ന് അറിയാനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അത് 272 നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് പോരുമോ അതോ 281 85 84 പോയിട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഇനി നോക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന 281 മെയിനായിട്ട്. ഒന്നെങ്കിൽ 281 വരണം, ഇല്ലെങ്കിൽ 260 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 250 ഏരിയയിൽ ബാക്കിയുള്ള ലോട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് 281 കിട്ടണം. ഈ രണ്ട് തീരുമാനം ഇനിയുള്ളൂ. കാരണം 272 ഒരു ലോട്ട്. ഇപ്പോൾ 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം ഇവിടെ കൊടുക്കാം, ഒരെണ്ണം 250 ട്രെയിൽ ചെയ്ത് വെക്കാം. മിച്ചമുള്ളത് ഒന്നെങ്കിൽ 281 കിട്ടണം, അല്ലെങ്കിൽ 284 കിട്ടണം. അല്ലാതെ
ഈ ഒരു ട്രേഡിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. 276, 279, 281. ഓക്കെ, 281 വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത ഒരു സ്പേസ് ആട്ടോ. 282, ഇനിയുള്ളത് 285. 284 വരെയൊക്കെ പോയിട്ട് ചിലപ്പോൾ താഴത്തോട്ട് വരാം. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൂ. അപ്പോൾ സമയം 9:26 ആയിട്ടുള്ളൂ. ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. 245 മുതൽ 285, 281 വരെ. 45 എന്നല്ല, അവിടെ ഒന്ന് ഫ്ലക്ച്വേഷൻ ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നുള്ള മൂവ്മെൻറ്റ് 240 തൊട്ട് 81 വരെ കൂട്ടിയാലും കറക്റ്റ് 40 പോയിൻ്റാണ്. അത് 2 ലോട്ടാണെങ്കിൽ 80 പോയിൻ്റ് രാവിലെ തന്നെ കിട്ടി ബോധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് 272 വന്നപ്പോൾ ഒരെണ്ണം കൊടുക്കാം, ഒരെണ്ണം 250 ട്രെയിൽ ചെയ്ത് വെക്കാം. പിന്നെ 2 തീരുമാനം ഉണ്ടായിട്ടുള്ളൂ. 281 കിട്ടിയേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 281 ഇല്ലെങ്കിൽ 250. അതിൽ ഈസി ആയിട്ട് 282 വന്നിട്ടുണ്ട്. ഇനിയുള്ളത് 285 എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ 285 ബ്രേക്ക് ചെയ്ത് 310 പോകണം, ഇല്ലെങ്കിൽ 272 ഭാഗത്ത് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് മാർക്കറ്റ് വീണ്ടും 242 വരണം. രാവിലെ പറഞ്ഞ പോലെ സിയിലും പിയിലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്. കാരണം പിയിനെ സംബന്ധിച്ചൊരു ബേസ് ലെവൽ എന്ന് പറയുമ്പോൾ എവിടെയാ 194 ഒരു ബേസ് ലെവൽ പിയുടെ. അപ്പോൾ 194 പി മുട്ടുമ്പോൾ സി അപ്രോക്സിമേറ്റ് 284, 285 ബ്രേക്ക് ചെയ്ത് നിൽക്കണമെന്നുള്ളതാണ് ശരിക്കും കണക്ക്. അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് പോയാൽ അതും കൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു ലോട്ടിൽ എടുത്തിട്ട് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആകാശത്തോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കിട്ടുവാണെങ്കിൽ മാക്സിമം കിട്ടണം. ഒരു ലോട്ടിൽ മാക്സിമം ബുക്ക് ചെയ്യുക, ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അവിടെ വെക്കുക. സെയിം ഇന്നലത്തെ വീഡിയോയിൽ ലൈവിൽ എന്താ ഇന്നലെ മെൻഷൻ ചെയ്തത്, 2 ലോട്ട് എടുത്തു, ഒരെണ്ണം 30 പോയിന്റ് കൊടുത്തു, ഒരെണ്ണം 5 പോയിന്റ് കയറ്റി വെച്ചു. ഇന്നും 2 ലോട്ട് എടുത്തു, 272 ഒരെണ്ണം കൊടുത്തു, ബാക്കിയുള്ളത് 5 പോയിന്റ് കയറ്റി വെച്ചിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും 3 കാര്യങ്ങളാണ് സംഭവിക്കണേ. ഒന്ന്, കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ 10-15 പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് നിൽക്കും, ഇല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. 240 നിന്ന് ഈ സാധനം മൂവ് ചെയ്ത് അപ്രോക്സിമേറ്റ് 310 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ 90 പോയിന്റാണ്. RSI ക്രോസ് ഓവർ ആവാനായിട്ട് ഇനിയും സമയമുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 280 ട്രെയിൽ ചെയ്ത് വെക്കുക. ബാക്കി കയറിപ്പോണെങ്കിൽ പൊക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. എവിടം വരെ വരും ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഡൗൺ ആയ പി എവിടം വരെ വരും? 175 വരെ വരും. 175 വരെ വന്നാൽ ഇത് സസ്റ്റെയിൻ ചെയ്താൽ 310 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഒരിക്കലും മാർക്കറ്റ് എല്ലാം ഗ്രീനായിട്ട് പോകണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. റെഡും ഗ്രീനൊക്കെ വന്നിട്ടേ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യത്തുള്ളൂ. 9:34 ആയിട്ടുള്ളൂ. ഫ്യൂച്ചർ 24,965 നിൽക്കുന്നത്. 24,982 അടുത്ത കൺസോൾട്ടേഷൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നേരത്തെ നോക്കിയ പോലെ നേരെ ഫ്യൂച്ചർ എടുത്തിട്ട് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടിടാം. ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 24,965 ഫ്യൂച്ചർ നിൽക്കുന്നത്. ഈ 24,970 കൂടെ ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,985 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും പോകുന്നത്. ഈ 310 ഭാഗത്താണ് റെസ്റ്റ് എടുത്തിരിക്കണേ. ഇനി അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടേ ഒരു തീരുമാനം എടുക്കുന്നുള്ളൂ. കാരണം 15 മിനിറ്റ്സിൽ ഈ ഒരു ക്യാൻഡിൽ ഇത്തിരി വീക്കാണ്. 320 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 315 പരിപാടി വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ 240 മുതൽ അപ്രോക്സിമേറ്റ് 315 വരെ, 315 പോയിന്റ് സംതിങ് വേണ്ട, റൗണ്ട് ചെയ്ത് 314 കൂട്ട്. 240 മുതൽ
315 വരെ, ഓൾമോസ്റ്റ് 73. പിന്നെ ഇപ്പുറത്തു നിന്നുള്ള 21 സംതിങ് 240 മുതൽ 72 വരെ 22, അപ്രോക്സിമേറ്റ് 100 ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ ആ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണായി. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഒരു ചാർട്ട് സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ നോളജൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതൊരു പ്രൊഫഷണലായിട്ടൊക്കെ അത് കണ്ട് ഡിസിപ്ലിനായിട്ട് എല്ലാ ദിവസവും 9 മണിക്ക് വന്ന് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കൂടി ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ഒരു സെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനി പിയിലേക്കൊക്കെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, 232 ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ ആഫ്റ്റർ സിയുടെ മൂവിന് ശേഷം ഒരു ആവറേജിങ് കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 242, ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 260 അപ്രോക്സിമേറ്റ് 256, പിന്നെ ഉള്ളത് 265, പിന്നെ ഉള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 285 എന്നുള്ള ഒരു ലെവലുണ്ട്. പിന്നെ ഉള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണ് 307. അപ്പോൾ ഓൾമോസ്റ്റ് 260 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 230 ഭാഗത്താണ് മാർക്കറ്റിൽ എൻട്രി പറഞ്ഞിരുന്നത്. അപ്പോൾ 260 എന്നുള്ളൊരു ലെവലാണ് മാർക്കറ്റ് റീച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ RSI ക്രോസ് ഓവറായി മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവറാണ്. അപ്പോൾ ഓൾറെഡി രാവിലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നത് ഇന്ന് സിയിലും നല്ല മൂവ് കിട്ടും, അതേപോലെ പിയിലും നല്ല മൂവ് കിട്ടുമെന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ 260 ആണ് നിലവിലത്തെ കണ്ടീഷനിൽ റീച്ച് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അതിൻ്റെ മേളിൽ പിന്നെ 267 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അതൊക്കെ മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ 285 ഒരു എന്താ പറയണ്ടേ ഒരു ഏരിയ, അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ. 285 മാർക്കറ്റ് എവിടെ നിന്ന് താഴത്തോട്ട് പോയോ അവിടെ തിരിച്ചു വരണം. അതായത് ഒരു ഫൈനൽ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഒരു 285 ആണ് മേജറായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഫൈനൽ ഏരിയ. അത് RSIയുടെ ക്രോസ് ഓവർ ആയിട്ട് എവിടം വരെ വരും എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാം. ഓൾമോസ്റ്റ് 267.5 ആണ് ഇപ്പം നിലവിൽ വന്ന് നിൽക്കുന്നത്. 266.10 ആണ്. ആ ബ്ലൂ ലൈൻ കട്ട് ചെയ്ത് മാറ്റാം, കാരണം നമ്മളായിട്ട് ഇനി അവിടെ ഒരു മാർഗ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, 269 ആയിട്ടുണ്ട്. ഇനിയുള്ള ലെവല് 285 ആണ്. അപ്പോൾ 280 മാർക്കറ്റ് നിൽക്കുന്നത്. അതിനകത്ത് 2 ലെവലുകളുണ്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാൻ. 286.30 ഉണ്ട്. അതിപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ആകുന്ന ഒരു സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ആകുന്ന സോൺ 281 ആണ്. അവിടെയാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. ആ ലെവൽ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോയി നിൽക്കാനുള്ളത് 284.40 ആവാം, 286 ആവാം. അതിൻ്റെ മേളിൽ ക്യാൻഡിൽ സ്റ്റേ ചെയ്താൽ പിന്നെ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ കോമൺലി ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ 285 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് 280 വരെ വന്നിട്ടുണ്ട്. 285, 286 ആണ് അപ്രോക്സിമേറ്റ് ഒരു സേഫ് സോൺ. കാരണം RSIയിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്. ആ ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറുന്ന സമയത്ത്, അപ്പോൾ ഈ സമയത്തൊക്കെയാണ് നമ്മളൊന്ന് അലർട്ട് ആവേണ്ടത്. അതായത് RSI ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ നോക്കിയിരിക്കുക. അതിനുശേഷം ഇതൊരു എന്താ പറയണ്ടേ ഈ ഒരു ഏരിയ, ഈ ഒരു ബ്ലൂ ലൈൻ 281 അതൊന്ന് കടന്ന് കിട്ടിയാൽ 285 286 കോൺസെൻട്രേഷൻ ചെയ്യാം. കാരണം RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഒരു എന്താ പറയണ്ടേ, ഒന്ന് ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം.
നോക്കിയിരിക്കണം, നമ്മൾ കുറച്ച് അലർട്ട് ആവണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനയാണ് RSI ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ കൂട്ടത്തിൽ താഴത്തോട്ട് വരണം, ഇല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് 330 311 ഭാഗത്തേക്ക് പോകണം. അല്ലെങ്കിൽ മാർക്കറ്റ് ഏറെക്കുറെ 285 ഭാഗത്ത് സ്ട്രഗിൾ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും. അതിനുശേഷം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ RSI താഴത്ത് വന്നിട്ട് റീക്രോസ് ഓവർ ആവുന്നത് വരെയും ഈ ഒരു 285 ഭാഗത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് 311 പോകും. അതർവൈസ് തിരിച്ച് താഴത്തോട്ട് തന്നെ മാർക്കറ്റ് ഫാളാവും. ഈ ഒരു റേഞ്ച്, അതായത് 1, 2, 3, 4, 5 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തായാലും സ്ട്രഗിൾ വരും. അവിടെ സ്ട്രഗിളിങ് ഏരിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫൈനലായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന 2 ലെവലുകളാണ്. ഒന്ന് 284 പിന്നെ ഒന്ന് 286. ഇതിലെവിടെയാണ് ടച്ച് ആവണേ, 284 285 ടച്ച് ആവണേന്ന് അറിയില്ല, അത് കാത്തിരുന്ന് കാണാം. ഈ ഒരു 240 എന്നുള്ള മൂവ്മെൻ്റാണ് മൂവ് ചെയ്ത് 315 വരെ പോയത്. അവിടെ 73 പോയിൻ്റ് അപ്രോക്സിമേറ്റ്. അവിടെ 315 320 ടച്ച് ചെയ്ത അറ്റ് എ ടൈമിലാണ് ഇവിടെ പി ഹോൾഡിങ് നോക്കിയത്. അത് വേറെ ഒന്നും ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട. അതെ, ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ഇത്രയും പോയിന്റ് എടുത്തു. അതിനുശേഷം അത് എക്സിറ്റ് ചെയ്തു. ശേഷം പിയിൽ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് റെഡിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 285 ആണ് ട്രിഗറായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, അവിടെ ലെവലുകളും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 232 വൈറ്റ് ഡോട്ടിൽ നിന്ന് 285 വരെ ഒരു ട്രിഗറായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതായത് 284.35 അല്ലെങ്കിൽ 286.35 ട്രിഗർ പ്രൈസും കാൽക്കുലേറ്റ് ചെയ്ത് ഏതാ പറയണ്ടേ, 232 മുതൽ 285 വരെ 53 ട്രിഗർ പ്രൈസും കിട്ടാൻ പോകുന്ന പോയിന്റുകളും എല്ലാം മാർക്ക് ചെയ്തിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻറ്റോടു കൂടി ഒരു ട്രിഗർ പ്രൈസിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പറ്റും. നല്ല എക്സ്പീരിയൻസ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സാധിക്കും. ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റാം. കാരണം പൊതുവേ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തില്ല. അപ്പം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനിടക്ക് ഒരു 284 ഉണ്ട്, അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒറ്റ വിക്കിൽ 285 ട്രിഗർ അടിക്കണം. ഓക്കെ, ഒറ്റ മൂവ്മെൻറ്റ് 286. ഓക്കെ, ആ സമയം 11:18 ആയിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, സിയുടെ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് നേരെ മൂവ് ചെയ്ത് 315 പോയി, അത് എക്സിറ്റ് ചെയ്തു. ശേഷം പിയുടെ മൂവ്മെൻറ്റ്, ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. ആ വീഡിയോയിൽ സ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ RSIയുടെ ലെവലുകളൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് എന്താ സിയിലും പിയിലും മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. വീഡിയോ കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഫുള്ളായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 73, ഇവിടെ 53, അപ്പോൾ 125 ഓൾമോസ്റ്റ് കറക്റ്റായിട്ട്. അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൂടുതലൊക്കെ അറിയാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യാനോ, ഇൻ കേസ് നിങ്ങൾ ഒരു ഫുൾ ടൈം ട്രേഡർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ രാവിലെ ഒരു 9 തൊട്ട് 11 മണി വരെയും ഒരു പ്രാക്ടിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ലെവൽസുകൾ പറഞ്ഞിട്ട് ഞാനതിന് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ ഒരുമിച്ചിരുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വ്യൂ റൂമിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും കോളോ ടിപ്പോ പ്രൊവൈഡ് ചെയ്യില്ല. ഞാനൊരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കുന്നു അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതില്ല.
മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ക്യാരക്ടർ, ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റീഡ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു പ്രാക്ടിക്കൽ നോളജ് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.